ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഹെയർ ഒക്കെ എങ്ങനെ ശരിയാക്കാമെന്നാണ്. ഇന്നൊരു ലേസി സൺഡേ ആണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. സോ രാവിലെ തൊട്ട് ഹെയർ ഒന്നും കെയർ ചെയ്തില്ല. ഈ വീക്കേ നമുക്ക് ഹെയർ ഒന്നും കെയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. സോ ഇന്ന് സൺഡേ ഇരുന്നിട്ട് വേണം ഹെയർ ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ വെച്ചിട്ട് വേണം, നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഹെയർ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുക്കണം. അത്രയ്ക്കും ഡ്രൈ ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. ഹെയറിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇന്ന് എനിക്ക് അലർജിയും കൂടെ ഉള്ള ദിവസമാണ്. സോ അലർജി ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അലർജി ഉള്ളത് കൊണ്ട് ഇന്ന് ഹെയർ കെയർ ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചാണ്. പക്ഷേ ഹെയറിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അത്രയ്ക്കും ഹെയർ ഡ്രൈ ആയേക്കുവാണ്. സോ ഇനിയും നമ്മളിങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഹെയറിന് പെട്ടെന്ന് തന്നെ ഡാമേജ് വരും. സോ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ആദ്യം തന്നെ നമുക്ക് ഹെയർ ഒന്ന് കോംബ് ചെയ്തിടാം. നന്നായിട്ടൊന്ന് സെറ്റാക്കി ഇടുവാണെങ്കിൽ തന്നെ ഹെയറിൻ്റെ പകുതി ഡാമേജ് കുറയും. ജടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. സോ ലേസി ആയിട്ടുള്ള ഡേയ്സിലാണ് ഇങ്ങനെ കൂടുതൽ വരുന്നത്. രാവിലെ തൊട്ട് നമുക്കൊന്നും ചെയ്യില്ല. ഈവനിങ് ആകുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. സോ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹെയറിലേക്കൊന്നും നോക്കിയില്ല. ഇത്രയും ഡ്രൈ ആവുമെന്ന് പ്രതീക്ഷിച്ചുമില്ല. ഞാനത് ക്ലിയർ ആക്കി ചെടയൊക്കെ കളയാം. മുടിയുടെ തുമ്പിന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്തെടുക്കും. പിന്നെ എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഹെയർ ഡ്രൈ ആവുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം ഒരാളും കൂടെ വരാറുണ്ട്, ഡ്രൈ സ്കാൽപ്പ്. ഹെയർ ഒരു 2 ദിവസമൊക്കെ നന്നായി നമ്മൾ നോക്കിയില്ല, 2-3 ദിവസം ഒന്ന് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എനിക്ക് വരും. എനിക്ക് ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കാൽപ്പ് വരാറുണ്ട്. സോ ഇന്നും ഡ്രൈ സ്കാൽപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഡ്യൂട്ടി. എനിക്ക് ഡ്രൈ സ്കാൽപ്പ് വരുന്ന ദിവസം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമായിരിക്കും കേട്ടോ, അലോവേര യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒറിജിനൽ അലോവേര തന്നെയായിരിക്കും. എന്തോന്ന് വെച്ചാൽ ഞാൻ വേറെ അലോവേരാസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന ജെൽ ബേസ്ഡ് പോലത്തെ അലോവേരാസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു കംഫർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹെയർ പിന്നെയും പിന്നെയും ഡ്രൈ ആവുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒറിജിനൽ അലോവേര തന്നെയായിരിക്കും. അലോവേര നമ്മൾ ചെയ്യണത് ആദ്യം നന്നായി ക്ലീൻ ചെയ്യുക. അതിനുശേഷം 2ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ 2 പാർട്ടാക്കുക. പിന്നെ ഇതൊക്കെ യൂട്യൂബിൽ കുറേ പേര് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ 2 പാർട്ടാക്കിയതിന് ശേഷം നമുക്ക് നിറച്ച് ജെല്ലുള്ള അലോവേര ആണെങ്കിൽ മുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എല്ലാ സൈഡും മുടിയുടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. പക്ഷേ എനിക്കിത് ഇച്ചിരി പ്രോബ്ലം ആയിരുന്നു. നന്നായിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള നല്ല ക്ഷമയുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തൊന്ന് അടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഹെയറിൻ്റെ എല്ലാ വശത്തും ഇച്ചിരി ഇച്ചിരി പാർട്ടായിട്ട് എടുത്തിട്ട് ഈ അലോവേരയുടെ 2 പാർട്ടും കൂടെ തേച്ച് പിടിപ്പിക്കാം. ഇടയ്ക്ക് ഇങ്ങനെ അത് ഡ്രൈ ആവുമ്പോൾ ജസ്റ്റ് കൈ വെച്ചൊന്ന് ഞാനൊന്ന് പിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്നിട്ട് പിന്നെയും മുടിയുടെ തുമ്പ് വരെ നന്നായി തേച്ച് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മടിയായിട്ടോ, പിന്നെയും മടി കയറി. ഇത് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. സോ ഞാനിത് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് എല്ലാം അവിടെ ഒന്ന് തേച്ചിട്ട് ഞാൻ നിർത്തി. ഇനി വേറൊരു ഐഡിയ നോക്കാം നമുക്ക്. അലോവേര ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ ജെല്ല് മാത്രം എടുത്തു. ജെല്ല് മാത്രം നമ്മൾ എങ്ങനെ അലോവേര യൂസ് ചെയ്യാൻ നോക്കില്ല. ഇപ്പോൾ ഫേസിലാണെങ്കിലും ശരി, ഹെയറിലാണെങ്കിലും ശരി, ഡയറക്റ്റ് അലോവേര യൂസ് ചെയ്യാതെ അതിൻ്റെ ജെല്ല് എടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അലോവേര ജെല്ല് ഞാൻ ഓൾറെഡി ഇപ്പോൾ എടുത്ത് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ യൂസ് ചെയ്യുക. ഹെയറിന് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയും അലോവേരയും കൂടെ നല്ല രീതിയിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അലോവേരയും വെളിച്ചെണ്ണയും നന്നായിട്ട് മിക്സ് ആവുന്ന വരെ നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക.
സമയമുള്ളവർ മടിയില്ലാത്തവർ വേണമെങ്കിൽ അലോവേര ഒന്ന് മിക്സിയിലിട്ട് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് നല്ല മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ നിന്നില്ല. അതിനുശേഷം ഇങ്ങനെ മുടിയിലെല്ലാ ഇതിലും ഞാൻ തേച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 5 മിനിറ്റോളം മുടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് ആ മടിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നല്ലതാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. മസാജ് കൊടുത്തതിന് ശേഷം മുടി കെട്ടി വയ്ക്കാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും ഇതിൽ മുടി വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നല്ലൊരു മൈൽഡ് ഷാമ്പൂ ഇട്ട് മുടി വാഷ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ കണ്ടീഷണറും യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നോക്കിയേ, ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഹെയർ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. എൻ്റെ ഡ്രൈ സ്കാൾപ്പാണെങ്കിലും നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. മുടിയാണെങ്കിൽ ശരിക്കും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഒത്തിരി ഡ്രൈ ഹെയർ ഉള്ള സമയത്തെല്ലാം ഇങ്ങനെ അലോവേര യൂസ് ചെയ്ത് ഒത്തിരി ഹെയർ പാക്കുകൾ നമുക്ക് ചെയ്യാം. ഡയറക്റ്റായിട്ട് ഒറിജിനൽ അലോവേരയൊക്കെ നല്ല രീതിയിൽ ഹെയറിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഹെയർ നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.